നമ്മൾ വിവാഹിതരായിട്ട് നല്ലൊരു പാർട്ട്ണർഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാരേജിന് ഒരു പ്രൊസീജിയർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അതെന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു പാർട്ട്ണർ ആവാൻ പോകുന്ന ആളെ നമ്മളൊരു ഡേറ്റിംഗ് നടത്തേണ്ടതുണ്ട്, ഒരു പരിചയപ്പെടുത്തേണ്ടതുണ്ട്, പരസ്പരം ഒന്ന് മനസ്സിലാക്കേണ്ട ആ ഒരു പ്രൊസീജിയർ ഉണ്ട്. കൃത്യമായിട്ട് ഒരു ഡേറ്റിംഗ് എടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള അവരുടെ ആ ഒരു സമയം കൊടുത്തുകൊണ്ട് തന്നെ അവരെ പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം അടുത്തറിയാനുള്ള ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ ഒരു അവസരമാണ് ഈ ഒരു ഡേറ്റിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ഡേറ്റിംഗ് കൊടുത്തുകൊണ്ട് ആ നല്ല ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാനും ഒപ്പം തന്നെ അവരുടെ കൂടുതൽ അടുത്തറിയണം നമ്മുടെ പാർട്ട്ണർ ആവാൻ പോകുന്ന ആളുടെ സ്വഭാവങ്ങളും ഇഷ്ടങ്ങളും അവരുടെ സ്വപ്നങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ വാല്യൂസ് എന്തൊക്കെയാണ്, അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടുപോകുന്ന അവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്, അവരുടെ വാല്യൂ സിസ്റ്റം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരസ്പരം രണ്ടുപേർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡേറ്റിംഗ് ഉണ്ടാകുന്നത് നല്ലതാണ്. അതിനുശേഷം അവർക്കൊരു ലിവിങ് ടുഗദർ പോലുള്ള ഒരു സിസ്റ്റത്തോടെ വേണമെങ്കിൽ പോകാന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ കൂടുതൽ അടുത്തറിയാനായിട്ട് പലതരത്തിലുള്ള അവരുടെ സ്വഭാവങ്ങൾ അറിയാനും അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അവർ കാണുന്നത്, എങ്ങനെയാണ് അവരുടെ ജീവിതത്തിനെ കാണുന്നത്, ജീവിതത്തിലെ വാല്യൂസ് എങ്ങനെയൊക്കെയാണ് അവർ മുൻകൂട്ടിയിട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ നമ്മളോടുള്ള ഒരു പാർട്ട്ണറോടുള്ള പെരുമാറ്റം എന്താണെന്നും അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്നും അതുപോലെ എന്തൊക്കെയാണ് അവരുടെ ഇഷ്ടക്കേടുകൾ എന്താണെന്നുള്ളത്, അവരെ ഇത് ചെയ്യാൻ പറ്റില്ല അത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് എനിക്കിഷ്ടമില്ലാത്തതാണ് അത് എനിക്കിഷ്ടമില്ലാത്തതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കരുത് ഇങ്ങനെ ഇടപഴകരുത്, ഇത്തരം ആളുകളായിട്ട് അടുത്ത് പെരുമാറുന്നത് ഇഷ്ടമല്ല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടതുള്ള എല്ലാ കാര്യങ്ങളും അടുത്തറിയാനും അതുപോലെ സെക്ഷലായിട്ടുള്ള ലൈഫിനെ കുറിച്ച് നമുക്ക് അടുത്തറിയാനും ഈ ഒരു ലിവിങ് ടുഗദർ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതൊരു വൺ വുമൺ വൺ മാൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ലിവിങ് ടുഗദർ എടുക്കേണ്ട ആവശ്യമില്ല. അതല്ലാത്തവർക്കാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ലിവിങ് ടുഗദർ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കൂടുതൽ അടുത്തറിയാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഈ സൊസൈറ്റിയിൽ മനസ്സിലാക്കി വരുന്നുള്ളൂ അതിന്റെ ആവശ്യകതയും അതിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ അടുത്തറിയുന്നുള്ളൂ. നമ്മുടെ സൊസൈറ്റി പറഞ്ഞിട്ടുള്ള ഒരു കല്യാണത്തിന്റെ പ്രൊസീജിയർ നമുക്ക് അറിയാവുന്നതാണ്. രണ്ട് കുടുംബങ്ങളാണ് അവിടെ ഒത്തുചേരുന്നത്, രണ്ടുപേരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പിന്റെ അവസാനമാണ് അതിന്റെ വാല്യൂ അവർക്ക് മനസ്സിലാവുന്നത്. പാർട്ട്ണർഷിപ്പിനാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തിരിച്ചറിയുന്നത് ഈ പാർട്ട്ണർഷിപ്പിലെ വിള്ളലുകളിലും ഇഷ്ടക്കേടുകളും ഉണ്ടാവുമ്പോഴാണ്. അപ്പോഴാണ് ഈ ബന്ധുക്കൾ അറിയുന്നത് എനിക്ക് എൻ്റെ മകൾക്ക് പറ്റിയിട്ടുള്ള ഒരു ചേർച്ചയുള്ള അല്ലെങ്കിൽ കൂടുതൽ മാച്ചുള്ള ഒരു പാർട്ട്ണർ ആയിരുന്നില്ല കിട്ടിയത്, അതുപോലെ തന്നെ എൻ്റെ മകന് പറ്റിയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിരുന്നില്ല എനിക്ക് ഈ മകന് കിട്ടിയത് എന്നുള്ള തിരിച്ചറിവൊക്കെ വിവാഹത്തിന് ശേഷം പലതരത്തിലുള്ള വാല്യൂ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളാണ് പിന്നീട് മനസ്സിലാവുന്നത്. അതിന് അപ്പുറത്തേക്ക് ഇത് തിരഞ്ഞെടുക്കുന്നത് കൃത്യമാവണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രൊസീജിയർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള പ്രൊസീജിയർ കൃത്യമായിട്ടുള്ള ആ ഓപ്ഷനായി നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ല മാച്ചാവുന്ന പരസ്പരം മാച്ചാവുന്ന ഇഷ്ടക്കേടുകളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും റിലേഷൻഷിപ്പൊക്കെ മാച്ചാവുന്ന ആളുകളെ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ഒരു പരിധി വരെ നമുക്ക് സാധിക്കുമെന്നുള്ളതിൽ തീർച്ചയാണ്. ഒപ്പം തന്നെ നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ളതും എൻജോയ്മെന്റോടെയുള്ള ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും.